നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദം കത്തിക്കയറുമ്പോൾ 11 വർഷം മുമ്പ് പഞ്ചാബിലുണ്ടായ ഒരു ഫ്രീസർ സമാധിയും ചർച്ചയ്ക്കെത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോപൻ സ്വാമിയുടെ സമാധി പീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അങ്ങ് പഞ്ചാബിൽ 2014 ജനുവരിയിൽ മരിച്ച അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോഴും ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോഴും സംരക്ഷിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുന്നത്. ഹൃദയാഘാതമാണ് നേതാവിന്റെ മരണകാരണമെന്നായിരുന്നു സംശയം. പക്ഷേ അദ്ദേഹം ഗാഢനിദ്രയിലാണെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുമാണ് അനുയായികൾ ഉറപ്പിച്ചു പറയുന്നത്. ജലന്ധറിലെ വിശാലമായ ആശ്രമത്തിലെ ഫ്രീസറിലാണ് അവർ അശുതോഷിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല. സമാധിയിലും അദ്ദേഹം ബോധവാനാണ്. അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിക്കുന്നതിനായി അനുയായികൾ കാത്തിരിക്കുന്നു. അതുവരെ നൂർമഹൽ പട്ടണത്തിലെ ആശ്രമം തുറന്നിരിക്കും. ധ്യാനങ്ങളും ആത്മീയ പരിപാടികളും നടത്തും. തിരിച്ചു വരുന്നതുവരെ ശരീരം സംരക്ഷിക്കണമെന്ന് മഹാരാജ് ഇപ്പോഴും അനുയായികൾക്ക് സന്ദേശം അയക്കുന്നുണ്ടെന്നുമാണ് ആശ്രമ വക്താക്കളും അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന ദിലീപ് കുമാർ ഷായും അശുതോഷിന്റെ ശിഷ്യരും തമ്മിൽ ഇതിന്റെ പേരിൽ കടുത്ത നിയമ പോരാട്ടവും നടന്നിരുന്നു. ഹിന്ദു ആചാരമനുസരിച്ച് അശുതോഷിന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മകൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും സമാധിയിലാണെന്നും ഒരു ദിവസം ധ്യാനത്തിൽ നിന്ന് ഉണരുമെന്നും അതിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു അനുയായികളുടെ വാദം. അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അവർ കോടതിയോട് അപേക്ഷിച്ചു. 3 വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 2017 അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും മകന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു. 1946 ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ നഗ്ലോർ ഗ്രാമത്തിലാണ് മഹേഷ് ഝാ എന്ന അശുതോഷ് മഹാരാജ് ജനിച്ചത്. വിവാഹശേഷം ഏതാണ്ട് 18 മാസം കഴിഞ്ഞ് ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച അശുതോഷ് മാനവ് ഉദ്ധാൻ സേവാ സമിതിയുടെ സ്ഥാപകനായ സത്പാൽ മഹാരാജിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയായിരുന്നു. 1983 സ്വന്തം സന്യാസി സംഘമായ ദിവ്യജ്യോതി ജാഗൃതി സൻസ്ഥാൻ സ്ഥാപിച്ചു. ആദ്യകാലത്ത് ഗ്രാമങ്ങളിൽ സത്സംഗങ്ങളും മറ്റും സംഘടിപ്പിച്ച അശുതോഷ് 1991 ഡൽഹി കേന്ദ്രമായി പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇന്ന് രാജ്യത്ത് പലയിടത്തുമായി അതിന് 100-ലേറെ ശാഖകളും ലോകമെമ്പാടുമായി കോടിക്കണക്കിന് അനുയായികളുമുണ്ട്. ഇന്ത്യ, US, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് കൂടുതലായും അനുയായികൾ ഉള്ളത്. വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മരിച്ചെന്നും ശരീരം എന്തു ചെയ്യണമെന്ന് അനുയായികൾക്ക് തീരുമാനിക്കാമെന്നുമായിരുന്നു പഞ്ചാബ് സർക്കാരിന്റെ നിലപാട്. ഇങ്ങനൊരു കഥ പുറത്തെത്തുമ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന സമാധിയായെന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെയും കുടുംബത്തിന്റെയും അവകാശങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.